ഇല്ല ഇല്ല ലേറ്റ് നൈറ്റ് വരാത്ത എന്തായാലും ലേറ്റ് നൈറ്റ് വരണോ വരണേ വരാം അവനാണ് ഗ്യാരേജിലില്ല ഞാൻ നോക്കിയതാ. അവൻ നേരത്തെ വന്ന് ഇടിക്കാൻ വന്നവനല്ലേടാ വെള്ളം മുടിയൻ ഒന്ന് ഗ്യാസിനുള്ളിൽ പോ. അവൻ നേരത്തെ വന്ന് ഇടിക്കാൻ വന്നല്ലേ മുച്ചിരി ഇവൻ അവന്റെ അടുത്തോട്ടൊന്ന് വരാം. അവന്റെ അടുത്തോട്ടൊന്ന് ഹലോ മൈസ്ട്രോ നീ ആ വേറെ വല്ല വണ്ടി ഇവന്മാരെ കാണല് നോക്കിട്ടോ. ഓക്കെ ടെമ്പർ സൈസ് ആയത് മാറി കാണും. ഗസ് ലൈക്ക് അടിക്കുന്ന സഭ്യത 18K ആവും ഗൈസ്. 18K നിങ്ങളൊക്കെ വിചാരിച്ച 18K ആക്കാൻ ഗൈസ്. നിങ്ങളൊക്കെ വിചാരിച്ച വണ്ടി ഓടിച്ചോടാ അലക്ഷ്യ ഒന്ന് വണ്ടി ഓടിച്ചോടാ. അടി പൊട്ടിച്ചാ ഇല്ല ഇല്ല അവന്മാരെന്താ വണ്ടി ഏതായിരുന്നു ലൈവ് 24 ഇതുപോലെ ജൂൺ ലൈവ് 24 ആണ്. നീ 24 അല്ലേ ഇടാന്ന് പറഞ്ഞേടാ ജൂടെ. ഇന്നാ ഞാൻ വീട്ടിൽ വന്നേ. ഇന്നാണ് വീട്ടിൽ വന്നേ. ഇതെന്താ ഇത് പറഞ്ഞ വാക്കൊക്കെ പാലിക്കട്ടെ. എന്ത് കഷ്ടമാണ് പറഞ്ഞ വാക്ക് പാലിക്കും അളിയാ. ഈ ഒരാഴ്ച കൂടെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ ഇന്നാ വീട്ടിൽ എത്തിയേ. ഇവന്മാരാണ് അവന്മാരുടെ ഡൗട്ട് ഇല്ലേ ആ ഫ്രീ വണ്ടി. ആ ഫ്രീ വണ്ടിയുടെ അടുത്ത് പേര് വെച്ചത് ഫ്രണ്ടി പോണെ അവര് ചോദിച്ചു NPC വന്നല്ല സത്യത്തെ 20 മാർക്സ് എവിടെ വന്നാ ലൈവ് കാണുന്ന ടോക്ക് ഇട്ട് പോണേ. ടോക്ക് വത്താൻ സബ്മിറ്റ് പോണേ. അമ്മമാര് ഓടി. എനിക്ക് വേണമെങ്കിൽ നമ്മൾ ആളില്ലാത്തോണ്ട് വന്നതാണ്. ഇപ്പൊ ആള് കണ്ടപ്പോ ഓടി. സ്നൈപ്പ് ബ്രേക്കിനാണോ? സ്നൈപ്പ് ബ്രേക്ക് ലോല ഒരു 24 ആയാലും 24 ഇടണം. 24 ഇടണം കൈസ്. 24 ഇട്ടാ വീട്ടിൽ വെച്ച് ഇടാൻ പറ്റൂല. അമ്മ വല്ലതും പറയാതാ. ഞാൻ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ എല്ലാ മാസത്തിലും 24 ഇട്ടേനെ. ബാംഗ്ലൂർ അല്ലല്ലോ ഹലോ ഹലോ ബ്രോ ഡെവില് കള്ളൻ വള്ളിയെടുക്കാണ് നമ്മളിങ്ങനെ സമാധാനം സ്നൈപ്പ് ഒരു ലൈവ് വരുമെന്ന് പിന്നെ അത് ഞാൻ വിശ്വസിക്കണം. പ്രത്യേകിച്ച് പിന്നെ ഞാനാണ് ഏറ്റവും സമാധാനം ഉള്ളതില്. 18 സബും കൂടെ 18 മാർ സബ് വണ്ടി ഏതാ മുമ്പിൽ പോകുന്നത് അതിന്റെ അപ്പുറത്ത് ഇവന്മാര് പോയി. സംഭവന്മാര് പോയി. റിയൽ നെയിം എന്താ? അശ്വിൻ ഹരി. ക്യാം ഓൺ ആക്കണം. ഞാൻ ക്യാമൊക്കെ ഓൺ ആക്കി ഇരിക്കായിരുന്നു. വേണ്ട ക്യാം ഓൺ ആക്കണം. ടർഫ് ഇന്നാണ് ഇപ്പൊ ടൈം അറിയില്ല. ചേഞ്ച് ആകും മിക്കവാറും. ചേഞ്ച് ആയും കേസ് സർവർ മിക്കവാറും ഹാക്ക് ചെയ്തില്ല സർവർ അവന്മാര്. അതൊന്നും ശരിയാക്കി ഫുള്ള് ഇവർക്ക് എടുക്കണ്ട. അതുകൊണ്ടായിരിക്കും ടൈം. 3 പേരടങ്ങി ഏജൊക്കെ എന്താ ഇപ്പൊ ഫ്രീ വണ്ടിയിലേക്ക് ഇറക്കാം. അവരങ്ങ് പണിയാലോ. ഇന്നലെ കുറച്ച് കോൺഫിഡൻസ് കൂടിയ പയ്യന്മാരുണ്ട്. അവന്മാരെ തല്ലിയാലോ. അത് കുറച്ചൊന്ന് കോൺഫിഡൻസ് കുറച്ചുകൂടുകയായിരുന്നു. തല്ലിട്ട് ഭയങ്കര കഴപ്പ. അവന്റെ കാക്കയും ഇതിനെയൊക്കെ ചാറ്റ് ചെയ്യണം. ഏതോ സിറ്റിസൺ കട്ടാറുണ്ട് കൂടെ. ഇന്നലെ ടർഫ് നടന്നില്ല. 13 സബും കൂടെ 13 മാർ സബ് ഇന്നലെ ഉണ്ടായത്. ടർഫ് 13 കൂടെ 13. ആരാ? ഹലോ ഹലോ ബ്രോ പേരെന്താ? ഇവനൊക്കെ പൊട്ടനാണോ? പേര് പറയില്ല. ഇവനൊക്കെ പൊട്ടനാണെന്ന് തോന്നട്ടെ. എന്താ ബ്രോ? അല്ല പേരെന്താ? എന്റെ ഒരു പാമ്പാടി മാർക്കോ. പാമ്പാടി മാർക്കോ. എന്താ ബ്രോ? ഇല്ല പേര് വെച്ചേ. ഞാൻ ആദ്യം കേട്ടില്ലായിരുന്നു. നമ്മളിങ്ങനെ ഒരാളെ തപ്പി അടക്കാണ്. അപ്പൊ പേര് വെച്ച. ഓക്കെ ബ്രോ. എവിടെ ടർഫ് ഇന്നലെ നടന്നില്ല. ഷാഗി ഇതൊക്കെ അല്ലേ ട്രിഗർ ഒക്കെ അല്ലേ? അല്ലല്ല ഇവൻ ഫണ്ണ്.
അവനൊന്നും ഇടിച്ചിടല്ലേ. 10 സബും കൂടെ 18 10 മാർക്സ്. 10 കൂടെ മതി, 10 കൂടെ എന്നൊക്കെ ഉണ്ടെന്ന്. ഇതെന്തായാലും ലാഗ് ഫീൽ ചെയ്യണം. എനിക്ക് പത്രം കറണ്ടിന്റെ എന്തോ ഇഷ്യൂ ആണ്. എനിക്ക് ഞാൻ എന്തോ ഗ്രാഫിക്സ് റീസ്റ്റോർ ചെയ്തായിരുന്നേ, അപ്പൊ അതിന്റെ ഇഷ്യൂ ആ. അവൻ വേണമെങ്കിൽ അടിക്കും കേട്ടാ, എന്റെ തലയിലായിരിക്കും കൊള്ളണേ. ഓക്കെ, സസ്പെൻഷൻ. എന്നാലും അവന്മാർ എവിടെ പോയടാ വലിയ മോനെ? ഒരു 3 വണ്ടി CM സിറ്റുവേഷൻ ഡ്രോപ്പാക്കി. CMന് സസ്പെൻഷൻ. അവര് വന്നിട്ട് ആ 3 വണ്ടിയും പോയി. അതാരാ നോക്കാതെ തിരിച്ചു വരുന്നത്. അതൊക്കെ ലൈക്ക് അടിക്കണേ. 10 സബ് വേണ്ട, ഇനി 8 സബ് ലൈക്ക് അടിക്കണേ. ഏത് വണ്ടി? ഏജിക്ക് സാസല്ല. ടർഫ് പക്ഷെ ടർഫ് അടക്കൂല. നമ്മളാരുമായിട്ട് സിറ്റുവേഷൻ എടുത്താൽ അവര് സസ്സാകെ പോകും. എന്തായാലും അല്ല സത്യം. 8 പേരും കൂടെ സബ് ചെയ്ത് നമുക്ക് 8 സബും കൂടെ 8 മോർ സബ് 9 അല്ല 8 സബും കൂടെ 8 പേരും കൂടെ സബ് ചെയ്ത കറക്റ്റ്. 8 പേരും കൂടെ സബ് ചെയ്താൽ മതി. ഓക്കെ സസ് അല്ല കേട്ടോ. ഓക്കെ സസ്സാണ് ഞങ്ങള്. ഞാനും വല്യമോനും ഉള്ളപ്പോ മാത്രം ഇവിടെ 10 വണ്ടിയൊക്കെ വരുന്നേക്കും. ഹലോ ഓ മോനെ കാണാൻ പോലും ഇല്ലടാ വല്യമോന്. സർവർ ബ്രോ അപ്പം എട്ടോളം മതി. ഓ നെറ്റിന്റെ ആവുമല്ലോടാ. നെറ്റിന്റെ മതിയായിരുന്നു. ഒന്നും കൂടെ മതി. ഒന്നുകൂടെ മതിയല്ല. ആയോ അത്ര ഉള്ള 18K ആയല്ലോ നമ്മളെ. 18K നമ്മളെ 1K 18K വരെ ആയല്ലോ. ഇത് മുച്ചിരി ആയിരിക്കും കള്ളൻ. ടോക്സിക് ബ്രോ താങ്ക് യു ഫോർ 20. 18K ആയേ. എത്ര ഉള്ള കേസ്? 18K. നമ്മളെ റോഡ് ടു 20K ആണ് അടുത്തത്. 19K 20K. ഓ 2 മാസം കൊണ്ട് 20K അടിക്കാൻ പറ്റി. ഞാൻ ആദ്യം ഗ്യാങ് വണ്ടി ഇറക്കിയിട്ട് ഇങ്ങോട്ട് വാ, അപ്പൊ കൂട്ടാം. കഴപ്പല്ലേ ഇവന്. കൺഗ്രാറ്റ്സ് ലോല. അത്ര ഉള്ളു. എല്ലാവർക്കും താങ്ക് യു ഗൈസ്. എല്ലാവർക്കും താങ്ക് യു. ചത്താ ബാക്കിൽ നിന്ന് ഒരു അടി വരും കേട്ടോ. സെക്കൻഡ് പോണെ. എന്താ കേറാൻ പറ്റാത്ത? ടയർ പൊട്ടിയില്ല എന്റെ. ഇറങ്ങി വീടും പാവത്തിനെ കൊന്ന്. ചൂടാടാ നമ്മളല്ലേ. സർവറിന്റെ ലാഗ് ആണെന്ന് കറണ്ട് വന്നാ നോക്കട്ടെ. വെയിറ്റ്. ഇപ്പൊ സർവർ ലാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്റെ ഗ്രാഫിക്സ് ഒന്ന് റീസ്റ്റോർ ചെയ്തായിരുന്നു. അതിന്റെ ലാഗ് ടെസ്റ്റർ ഇഷ്യൂന്റെ ആയിരിക്കും. ടെസ്റ്റർ ഒന്ന് മാറ്റണം. ശരിയാക്കാം. ടെസ്റ്റർ പാവോടാ. ഫണ്ണായി ചെയ്യണല്ലേ. അവ ഫണ്ണായിട്ട് ചെയ്യണേണ്. സീരിയസ് ആയിട്ടൊന്നും
അപ്പൊ ഇവന്മാര് തമ്മിൽ ഇപ്പൊ ചാവുന്ന നോക്കും. അവ എണീക്ക് ഇവനെ അടിച്ചിടും. സക്സസ്ഫുള്ളി എഡിറ്റഡ് ലൈഫ്. കൺഗ്രാറ്റ്സ്. അത്ര ഉള്ള ആരാ വെൽപ്പറ? ഞാൻ ടെസ്റ്റർ മറ്റേ ഹൈ ആക്കി ഇട്ടതിൻ്റെയാണ് ഈ ലാഗ് അടിക്കും. ടെസ്റ്റർ ലോ ആക്കണം അപ്പൊ ശരിയാവും. എനിക്ക് സെറ്റിയിൽ ഫുള്ള് മറ്റേ ടെസ്റ്റർ ലോഡ് ആവാത്തോണ്ട് ടെസ്റ്റർ എടുത്ത് ഹൈ ഇട്ടത്. ഇപ്പം ഇഷ്യൂ ആണത്. കുറച്ച് ചെറിയ ലാഗ് വരും കേസ്. എല്ലാവരും ഒന്ന് സഹിക്കാം. ഇപ്പൊ നാളത്തെ ലൈവില് ശരിയാക്കാം. കൺഗ്രാറ്റ്സ്. അത്ര ഉള്ള ഗൈസ്. 3 കോളോടെ ഉണ്ടല്ല. 3 കോളോടെ അടിച്ചാൽ ഇത്ര കൂടെ ഹാപ്പി ആയേനെ. ഞാൻ ചീടുന്നതിനോട് വരെ പേര് നോക്കിട്ടെന്ന് വരാം. ഇന്ന് നൈറ്റ് വരണം പ്ലീസ്. നൈറ്റ് നോക്കട്ടെ. അതുപോലെ ടി വി കയറുന്ന ടൈമിൽ എത്ര സബ് ഉണ്ടാകും? ടി വി കയറുന്ന സമയം എനിക്ക് 4K-ഓ 5K എന്തോ ഉണ്ടായിരുന്നു. 4 or 5K ഇച്ചിരി എന്നും പറയുന്നില്ല. 3 or 4 എന്തോ ഉണ്ടായിരുന്നു. 3K or 4. പുതിയ ചാനലായിരുന്നു. മറ്റേ ചാനലിൽ 7K 8K എന്തോ ഉണ്ട്. ഇത് പുതിയ ചാനലിലായിരുന്നു. അപ്പം 3 or 4 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷമാണ് 12K ആയി. 7K അല്ലേ ഫസ്റ്റ് അക്കൗണ്ട്? 7K ഫസ്റ്റ് അക്കൗണ്ട് 7K. അവന്മാര് എനിക്ക് വേണം അവന്മാർ ടീഡയും കളിക്കാൻ പോയി. നമ്മൾ ആൾ കൂടിയപ്പോ ഞാൻ ടീഡയും കളിച്ചിട്ട് വരും. എന്താ ലാഗ് അടിക്കണം എനിക്ക്. മെയിനെ കൊണ്ട് അത് പോയതല്ലേ. മെയിനെ കൊണ്ട് പോയില്ല. മെയിനെ കൊണ്ട് എന്തെങ്കിലും ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവന്മാര് തന്നെ ഉറപ്പാണോ? ടോക്കിയോ ഗാങ്സ് അല്ലല്ലോ അത്. അല്ല തിരിച്ചുപോയെ. അവരെന്തോ ഇമോട്ടൊക്കെ കാണിക്കുന്നു. ഉണ്ണ കത്തിയെന്ന് തോന്നുന്നു. ഇല്ല ഞാൻ ഇതട്ടെ ഇട്ടില്ലെങ്കിൽ പറയണ്ടേ ഞാൻ. നല്ല ലാഗ് ഉണ്ടല്ലോ. അത് ഗ്രാഫിക്സ് റീസ്റ്റോർ പറയണ്ടില്ലല്ലോ. പോണല്ലോ. എല്ലാരും ചിലവരൊക്കെ ഇങ്ങനെയാടാ പേടിത്ത് പറമാര് ഇങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കോടാ. എന്തൊക്കെ തരം പേടിയാടാ. പേടി അവന്റെ മനസ്സിലുണ്ടല്ലോ എപ്പോഴും. അത് മതിയടാ. ഇന്നലെ ചത്തുവിടുത്തിടുന്നവന്റെ പേരെന്തായിരുന്നു? എന്തോ ഒരു പേരെന്താ? സെസ്കിയോ ഏതോ സെസ്കി ഏതോ ഒരു തീട്ട ചത്തുവിടുത്ത് കിടപ്പുണ്ടായതിലൂടെ അവിടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട് അവന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ അടിച്ചു വന്നിട്ട് പോലും അവന്മാര് ചോദിക്കാൻ പോലും വന്നില്ലടാ. ഏതോ തീട്ട ഗ്യാങ് ആയിരിക്കും അവനൊക്കെ. ഏതെങ്കിലും തീട്ട ഗ്യാങ്ങിലുള്ളവരായിരിക്കും. നല്ല ഗ്യാങ്ങിലൊക്കെ ഉള്ളവരാണ് ചോദിക്കാൻ വരില്ലേടാ. തീട്ടങ്ങൊക്കെ അല്ലേ ചോദിക്കാൻ വരാൻ പറ്റുമായിരിക്കും. ഇതേതോ വീടല്ലേ? ഇത് വീട്. ഇത് വീട്. ഏതാ വീട്? കണ്ടാറിലൂടെ. ഇത് ബൈക്കിളിന്റെ എന്താ വീട്? എന്റെ മറ്റേ ബൈക്കിൾ അവന്റെ എന്താടാ കേറല്ലേ? ഇത്രയും കഴിവില്ലായ്മ എന്നൊക്കെ പറഞ്ഞ കഴിവില്ലായ്മയുടെ അങ്ങേയറ്റം. ഇങ്ങനെ കഴിവില്ലാത്ത പയ്യന്മാരൊക്കെ സിറ്റിയിലുണ്ടോടാ? ഗാങ്ങോസ് ഫ്രണ്ടിൽ നിന്ന് ട്രിഗർ ആക്കല്ലേ? നമ്മൾ ട്രിഗർ ആക്കില്ല. നമ്മൾ പരസ്പര കാര്യം പറയുന്നതല്ലേ. അവന്മാരെ ഗ്യാങ് അല്ല. അവന്മാരിപ്പോ സിറ്റിയില് ഗ്യാങ് അല്ല. അവന്മാരെ ഫ്രണ്ട് ഇവന്മാര് ഗ്യാങ് അല്ലല്ലോ ഇപ്പൊ കറന്റ്. അതിന് ഇവന്മാര് ഗ്യാങ് ആയിട്ട് കൂട്ടൂലല്ലോ. സസ്പെൻഷൻ ആയിട്ട് ഗ്യാങ് ആയിട്ട് എന്ത് കൂട്ടേണ്ട ആവശ്യമില്ല. മറ്റേ ചുമ്മാ ഒന്ന് പിക്ക് ചെയ്തിട്ട് മറ്റേ ഇതിനുള്ളിൽ എടിഞ്ഞ ഒരു എനിക്ക് ഇത് അഡ്മിനൊന്ന് വിളിച്ചോടാ. ഇത് ഗ്യാങ്ങോസ് ആണോ ഇത് എന്ന് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ഇവിടെ തന്നെ പിടിച്ച് അങ്ങ് അടിക്കാൻ വരെ. എടാ നമുക്കറിയില്ലല്ലോ. ഞാൻ ഇന്നലെ ഒരു ഇവിടെയാ നിക്കണ്ടായിരുന്നു ടോക്കിയോ. ഇത് ചോദിച്ചു അഡ്മിന്റെ അടുത്ത് ഇത് നമ്മുടെ ഗ്യാങ്ങോസ് ആണോ എന്താണ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ പിടിച്ച് അങ്ങ് അടിക്കാം. ഡൗട്ട് ചെയ്തിട്ടുണ്ട്.
നെർമിനെ വിളിച്ച് അവന്മാര് ഗ്യാങ് അല്ല, അവന്മാർക്ക് സസ്പെൻഷനാ. ലൈക്ക് അടിത്ത ലൈക്ക് അടിക്കണേ, അതേപോലെ ഗോൾ അടിക്കാൻ പറ്റുന്ന ഗോൾ അടിക്കണേ. നിങ്ങളൊക്കെ വിചാരിച്ച ഒരു ഗോൾ പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. 678 പേരില്ല, പൈസക്കാരും ഇല്ല കേസ് നമ്മളെ ചാനലൊന്നും. ഹെൽപ്പ് ഇട്ടിട്ടുണ്ട്, അഡ്മിൻ സാധനം ഉണ്ടാ ഉണ്ടായിരുന്നു ആർക്കും ഉണ്ട്. ആരുടെങ്കിലും എടുത്ത് വന്നോ അഡ്മിൻ? നിങ്ങളുടെ അടുത്ത് വന്നാ? എനിക്ക് മറ്റേ ഇത് കാണിച്ചു ഇല്ലല്ല ഇറങ്ങുവാണ് എവിടെ ഇറങ്ങി കഴിഞ്ഞ അവനെ പുറത്തിട്ട ഡയറക്റ്റ് ഗാങ്ങോസ് അല്ല. വെയിറ്റ് ലൈവ് നമുക്ക് ചോദിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടുവേ. നാളെ സസ്പെൻഷൻ കിട്ടിയാൽ നിങ്ങൾ തന്നെ വന്ന് പറയും നമ്മളെ പറഞ്ഞ സസ്പെൻഷൻ കിട്ടിയെന്ന്. അതുകൊണ്ട് ചോദിച്ചിട്ടൊക്കെ ചെയ്യാം. ഇപ്പൊ ഇരുന്ന് പറയും അടിയടാന്ന് പറഞ്ഞ് നാളെ സസ്പെൻഷൻ വല്ലതും കിട്ടണമെങ്കിൽ എന്റെയും വില്ലുമോന്റെ മേലിലൊക്കെ ഇരിക്കുന്ന ആളെ അല്ല ഓഹനും വില്ലുമോന് ബാക്കിയുള്ളവരും കൂടെ ചുമ്മാ സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയും. നീയൊക്കെ എനിക്കറിയാലോ നിന്നെയൊക്കെ. പാവം കണ്ണാപ്പി കിട്ടിയാണ് ഇതേപോലെ കുറെ. അന്ന് എല്ലാവരും ചാറ്റി പോയിട്ട് മാസം എന്ന് പറയും. എന്നിട്ട് സസ്പെൻഷൻ കിട്ടുമ്പോ എല്ലാം കൂടെ ഇരുന്നിട്ട് ഇത് വിളിക്കും. നമുക്കറിയാലോ. ഓരോരുത്തരായിട്ട് ചാറ്റ് ചെയ്യുമ്പോ അപ്പൊ പറയണ മാസാണ് അവനങ്ങ് അടിച്ചിട്, അവനങ്ങ് മാസാണ്, സസ്പെൻഷൻ ഇല്ല ഒന്നുമില്ല. എന്നിട്ട് മറ്റേ സസ്പെൻഷൻ കിട്ടിയ ഓൺ ദ സ്പോട്ട് നീ എല്ലാടെ സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തേ പറഞ്ഞ മാസോടെ ചാറ്റ് ഫുള്ള് പറ്റിയതാണ്. അറിയാലോ ഇതൊക്കെ. ഇപ്പൊ മാസം ലാസ്റ്റ് സത്യം വന്നില്ല. അതുകൊണ്ട് നമുക്കെല്ലാം ചോദിച്ച് ചെയ്യണമല്ലോ. ഹമാംബ്ര താങ്ക് യു ഫോർ ദ 100. എത്രയുള്ള ഹമാംബ്ര? ഹാംബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 100. എത്രയുള്ള ഹാംബ്ര? ഇങ്ങനെ അടിയില്ല വല്ല മാസമായി. ഇല്ല ഫ്രണ്ടിലെ വണ്ടി ഇനി വേറെ ഏതെങ്കിലും വണ്ടി പോയാ? വേറെ ഏതെങ്കിലും ഫ്രണ്ട് വണ്ടി എന്ന് പറഞ്ഞ് പോയതാണോ? ഒന്നോടെ ഹെൽപ്പ് ഇടുന്ന ഇന്നലെ നമ്മളിന്നലെ ഫുൾ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നറാ. ഇപ്പൊ ഇവര് ടോക്കിയിലുള്ള മറ്റേ ഏജ് ആയിട്ട് മറ്റേ ഹോസ്റ്റേക്ക് എടുത്തിട്ട് ഇവര് പുറത്തൊക്കെ ആയിരുന്നു. ഒന്നോടെ ഹെൽപ്പ് ഇട്ടോക്കാം പോയെന്ന് തോന്നാള്. അഡ്മി വന്ന അഡ്മി അമ്മയുടെ അടുത്ത് ഫോൺ ആയിപ്പോ അവിടെ സംസാരിക്കാം. അവന്മാരുടെ അടുത്ത് സംസാരിക്കാം. സസ്പെൻഷൻ കിട്ടിട്ട് ഗ്യാങ്സിലേക്ക് കയറിയിരിക്കുക പയ്യന്മാര്. അല്ല ഇത് ഗ്യാങ്സ് ആണോ എന്താണെന്ന് അറിയണം. സേഫ് ആണ്, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചാൽ കടിക്കാം. ഗ്യാങ്സ് ആണ്. സസ്പെൻഷൻ പീരീഡ് ഗ്യാങ്സ് കയറാൻ പാടില്ലെന്ന് അങ്ങനെ എന്തോ ഇല്ലേ? എല്ലാ അഡ്മിറ്റിലെ നമ്മളെല്ലാവരും വണ്ടിയില്ല. 6045 ഹലോ കേട്ടൂടെ? ഗ്യാങ്സ് കയറാൻ പറ്റില്ലെന്ന് അഡ്മിൻ പറഞ്ഞു. 6045 6044 എന്തായാലും സെക്കൻഡ് കത്തിപ്പോയിട്ടാ. ഇങ്ങോട്ട് ഒന്നും തൊട്ട് റിസ്ക് എടുക്കണ്ട ചുമ്മാ ലാസ്റ്റ് അത് മതി. അതും പറഞ്ഞ കാര്യം സംസാരിക്കായിരിക്കും ചിലപ്പോ. എന്തായാലും ഇത്. ഹലോ ഇതാരാ? ഓക്കെ ബ്രോ ഓക്കെ പോയിട്ട് പിങ് ഇറങ്ങ സസ്പെൻഷൻ. എനിക്കൊന്നും സ്ഥലം സേഫ് സോൺ അല്ല. അടിച്ചിട്ട് ഡെക്കൂനെ അങ്ങ് ഹോസ്റ്റ് എടുക്കണം. ഗ്യാങ് വണ്ടി എടുക്കല്ല, സിറ്റിസൺ വണ്ടി എടുത്താൽ മതി. എന്തായാലും അല്ല പറഞ്ഞ എടുക്കണ്ട വീട്. ചുമ്മാ അടിക്കണ്ട. വെയിറ്റ് കയ്യും പൊക്കി എന്നിട്ട് പറയാൻ മാസമാണെന്ന് വേണമെങ്കിൽ.
എടാ ഇത് സ്റ്റിൽ അന്നത്തെ മാതിരി വാണാണോ? നിങ്ങൾ പോയി സംസാരിക്കണം, നീ പോയി സംസാരിക്കണ വാണങ്ങളാണോ? നോക്കിയേ നിക്കണ നോക്കിയേ. സംസാരിക്കേ ഓ അടി കിട്ടണമെങ്കിൽ അടി കിട്ടട്ടെ, പോയി സംസാരി. ഉമാരത് ഇറങ്ങിപ്പോണ്ടല്ലോ പുറത്ത്. ഇങ്ങനെ ഇരുന്നല്ലായിരുന്നു നിന്നെ കൊണ്ടൊക്കെ ഇതിനുള്ള യോഗ്യതയുള്ള മനസ്സിലായ സിറ്റുവേഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിരുന്ന മൊണ്ണകള് പേടിയാണോ? ഇങ്ങനെ ഇരുന്നോ? ഗ്യാങ്ങാണോ ബ്രോ? ഗ്യാങ്ങാണോ? ഗ്യാങ്ങല്ലേ കണ്ടറിയാ നീ ഒന്ന് കുടുംബത്തിന്റെ ഇല്ലാത്തവരാന്ന് കണ്ടറിയാ മറ്റേ പേടിച്ചിട്ട് ഇതിനുള്ളിൽ കേറി ഇരിക്കണേനൊന്നല്ലോ മനസ്സിലായോ? നമ്മള് ലെമൺ തലേന്റെ ഫ്രണ്ട് ആ ജഗൽ ഡാൻസ് കളിക്കാൻ വന്നേ, നമുക്ക് ഡാൻസ് കളിക്കാമല്ലോ. വാ ഏതാ കിട്ടില്ല ഡാൻസ്. ഓ ആ ഞങ്ങള് അതെല്ലേ ബ്രോ നമ്മൾ കൂട്ടത്തിലെടുത്ത ചത്തിടന്നിട്ട് പോലും ഒന്നും പറയല്ലോ. ശരി എത്ര ഉള്ളു? ഏതാ അവന്മാര് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഞാനാണ് ഈ റേഡിയോ നോക്കി പിടിച്ചേ. ഇവിടെ ഉണ്ട് അവനെ അടിച്ചതാ ഇവനെന്നെ അടിച്ചതാ. ഞാൻ വെച്ച് അവനെ അടിച്ചിട്ടത് കേട്ടാ, ഞാൻ ആളെ കണ്ടുപോലും ഇല്ല. കൊല്ലല്ല മറ്റവനങ്ങ് എടുക്കാം. വെറുതെ ചുമ്മാ വന്ന് പിറ്റ് ചെയ്തിട്ട് ആൾക്കാരെ എണ്ണം കണ്ടപ്പോ നീ എന്താണ് ഇവിടെ വന്ന് പാട്ടിട്ടിരിക്കുന്ന? നമ്മളെ കുറച്ച് പ്യൂറാണ്, നീ ഇങ്ങനെ സഹിച്ചാ. ഇവനങ്ങ് ഹോസ്റ്റൽ എടുക്കണേ വരെ ഈ തീട്ടത്തിന്, ഈ മാസ്ക് വെച്ച തീട്ടത്തിന് നിന്നെ പോലത്തെ അവരെ മെറ്റയാണോ എങ്കിൽ നീ കരഞ്ഞോണ്ടിരുന്നോ കേട്ടോ, അവിടെ കരഞ്ഞോണ്ട് അങ്ങ് ചിരിച്ചോണ്ടിരുന്നോ. നിന്നെ തെളിയിക്കേണ്ട കാര്യമില്ല നമുക്ക്. ഇവനെ ഓശയാകണം മനസ്സിലായോ? കുറച്ചെങ്കിലും സാമാനത്തോടെ ബാക്കിയുള്ളവരെ കത്തിക്കാൻ അവനെ മാത്രം പൊക്കിക്കാം. വില 1 പിക്ക് അത്ര ഉള്ളു. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല സെക്കൻഡ് കത്തിപ്പോയതാ. എന്നാ ഞാൻ ടോക്ക് ലീഡറാണ്, എനിക്ക് സ്ലോട്ട് പ്ലെയർ ആണതാ അങ്ങനെയൊക്കെ ചോദിച്ച്. ഇവനെ പൊക്കിയിട്ട് പേര് അടിക്കുമോ നോക്കിട്ട് കത്തിക്കട്ടെ. പേടിയില്ലല്ലോ. മാസാണോ കൈവെക്കടാ. അവന്റെ ആർപി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നാണ്. ഇത്ര പേര് ഗണ്ണേം ചെയ്തിട്ട് പാണം. എന്താണ് ബ്രോ ഇങ്ങനെ? ഇവൻ ഒന്നുകൂടി പൊക്കി ഇവ പിന്നെ അടിക്കാൻ എനിക്കൊന്ന് കാണണല്ലോ. പിന്നെ അടിക്കായി നാളെ കൊണ്ടുവരാ എനിക്ക്. അന്ന് പറഞ്ഞു അപ്പൊ കണ്ണൊക്കെ എടുത്തിട്ട് ഓട്ടം കേട്ടോ, എന്നിട്ട് കണ്ണാരും വന്നില്ല.
ആദ്യം വന്നിട്ട് എടുത്തു. നമ്മളോട് കൊറേ ചോദിച്ചാലോ എന്തൊക്കെ കാണണം വെയിറ്റ് നോക്കാം ഇല്ല ഇനി കൊല്ലൂല സാർ ഇനി കൊല്ലൂല നമ്മളെ ഫ്രണ്ട്സ് ആണ്. വേറെ ഒരുത്തരും കൂടെ അങ്ങ് പൊക്കിയാലോ എന്നിട്ട് അവനെ കൊണ്ടുപോയാലോ. പെട്രോൾ വെച്ചോടാ, കണ്ണെടുത്ത് വെച്ചോ, അവനെ വീണ്ടും അടിക്കാൻ വരും. പിന്നെ എടുക്കണം. നീ ഒരു ഗാങ്ങിന്റെ ഒരു ലീഡർ ആണോടാ വാണമേ? ഇത്ര പേര് ഗണ്ണേമി ഇതിരുന്ന് നീ ഇത്ര പേര് അടിക്കാൻ നീ ആര്? ഇത്ര പേര് ഗണ്ണേമി ഇതിരി അടിക്കാൻ നീ ഒരു ഗോഡാടാ, ഇവൻ പൊട്ടൻ. ഇതൊക്കെ ഇങ്ങനെ പൊട്ടന്മാരൊക്കെയാണല്ലോ ദൈവമേ. സാധനം വായി വെച്ച് ചൂപ്പിക്കൊണ്ടിരി. എന്തൊക്കെ തരം പയ്യന്മാരോടൊന്നു വരുന്നു വെടിയിക്കുന്നു അടിക്കാൻ പറ്റും. തീട്ടടാ തീട്ടം വരിച്ചുടന്ന് സസ്പെൻഷൻ അതിനുള്ള ബുദ്ധിയില്ല. വേണ്ട പിള്ളേരല്ലടാ അതിനുള്ള ബുദ്ധിയില്ല. ഇന്നലെ വെടിവെച്ച് വന്നോടാ. നീ ഇന്നലെ എന്താ കൊറേ സമയം കക്ഷം പൊക്കി ആരും വന്നു പോലും ഇല്ലടാ. അവനെ കത്തിക്കണ്ട, അവൻ കുറച്ചേരം നിന്ന് പുഴിക്കട്ടെ. ഈ ഹെൽമെറ്റ് ടാസ്ക് എന്താ സാരം ബ്രോ? അതെന്താ പെട്ടെന്താ നമുക്ക് അറിഞ്ഞൂടല്ലോ. നിന്റെ ലീഡർ EMS വെച്ച് പൊക്കിട്ട് 10 പേര് കണ്ണേം ചെയ്തപ്പോ പിന്നെ തോക്കെടുത്ത് വെടിയിക്കുന്നടാ. മാറില്ല ആള് മാറി അടിക്കൂടെ വലിയ മാറിയില്ലേ ഇവരെ പഠിച്ചു വിട്ട്. സെക്കാന്ന് മാറിയില്ലേ ഇവരെ പഠിച്ചു വിട്ട്. സെക്കാന്ന് മാറിക്കൂടും. അവനെ കത്തിക്കണ്ട അവൻ വെയിറ്റ് കുറച്ചു പുഴുക്കട്ടെ. ദിവസം വരൂല. റൂള് വെക്കാതെ കളിക്കുന്ന കുട്ടികളോട് നോ റൂൾസ്. അമ്പടി ഇവനിങ്ങനെ തല്ലുകൊള്ളട്ടെ, ഇങ്ങനെ തല്ലുകൊള്ളട്ടെ. 6044. കത്തിക്കണ്ട ഇല്ല കത്തിക്കണ്ട അവൻ തനിയെ പോട്ടെ. ആര്? അവനെ കത്തിക്കണ്ട, അവൻ തനിയെ പോട്ടെ. EMS പൊക്കായിരുന്നാ പോരെ, കുറച്ചേരം പുഴുക്കട്ടെ. പിന്നെ വേറെ ആരാ കാര്യം നീ പറയണേ? അവനെ കത്തിച്ചൂട്. ഇവനെ പെട്രോളിനെ കത്തിച്ചൂട. ഇവനെ ഇവനെ കത്തിക്കാതെ ഇവനൊന്ന് ഹോസ്റ്റ് എടുക്കാൻ നോക്കിയാലോ. ഇവൻ കൈ വെക്കോ നോക്കിയാലോ ഇവനെ തീട്ടം നോക്കിയേക്കാം. ഇവൻ വെടിവെക്കോ നോക്കാം. തോക്കെടുത്താത്തി EMS ഉണ്ട് തോക്കെടുത്താത്തി. ഇവനെ കത്തിച്ചില്ലല്ലോ. രണ്ട് തവണ എടുക്കാൻ പറ്റും അങ്ങനെ എന്തോ പറഞ്ഞു. ഇപ്പം 2 തവണ ഓൾറെഡി പൊക്കി. ഇവനെ കുഴപ്പമില്ല. എന്നാ ചോദിച്ചേ കുഴപ്പമില്ല. വെയിറ്റ് മതി. சார் நிறைய பச்சை காய்கறி சாப்பிடணும். உங்களை எழுப்பி விட்ட பாரு ஓகேவா. நிறைய கிரீன் வெஜிடபிள் ஃபுட், அதுக்கப்புறம் முட்டை, அதுக்கப்புறம் மில்க் எல்லாமே ட்ரிங்க் ஆகணும். താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. മറ്റേ ലിമിയോണ്ട മാതിരി മറ്റേ ഗണ്ണെടുത്ത് കൈവന്തിക്കടാ. അവിടൊക്കെ സംസാരിച്ച മതി, ഇനി ഇവിടെ സംസാരിക്കടേ. അടിക്കല്ല വന്നിട്ട് പോടെ. വെയിറ്റ് ഇതാനാണ് ഇവൻ പറഞ്ഞ പ്യുവർ RP. അതാണ് അവൻ പറഞ്ഞ പ്യുവർ RP. ഇതാണ് അവന്റെ. ഒരു കൈവെക്കൂ മോനു.
ഫ്രസ്ട്രേറ്റഡ് ഇതൊക്കെ എടുത്തോളിയാ വെയിറ്റ് ഇതെല്ലാം ഞാൻ എന്റെ ഉണ്ട് അല്ലോടാ മോനെ ഒന്ന് കൈ വെക്കടാ കയ്യോ കക്ഷ പിറ്റ് ചെയ്തതും പോരാ എന്നിട്ട് നമ്മളെ സിറ്റുവേഷൻ വിടുത്തേന്നാ നമ്മൾ മൊണ്ണകളൊന്നല്ല മനസ്സിലായ ഡേയ് അവിടെ എഴുതിട്ട് ഇത് കാണുന്നുണ്ടോ ഡേയ് ഡേയ് ബ്രോ കൈ വെക്കണേ ഹലോ ഡേയ് ബ്രോ പുറത്തുക്കേണ്ടി വരും റിഗ്രറ്റ് അടിക്കണോ വെറുതെ റിഗ്രറ്റ് അടിക്കണോ ഇതെന്താ ഇത് ദൈവമേ കാണുന്നുണ്ടോ ഇവൻ മിണ്ടുന്നില്ല അല്ലടാ ലിമിയം പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് മനസ്സിലായ അറിയാണ്ട് കൊണ്ടുപോയല്ലോ ഇല്ല വെടി എടാ നീ എടാ ഇതൊക്കെയാണോടാ നീ പറഞ്ഞ പ്യുവർ ആർ പി എന്ന് പറഞ്ഞ നീ അയ്യോടാ നീ എന്ത് കണ്ടിയാണോടാ നീ ഇവന്മാരൊക്കെ എന്താണ് ഗ്യാങ് എന്ന് പറഞ്ഞ നടക്കണ അല്ല അഡ്മിൻ വിളിക്കും ഇവനെ ഒന്നുകൂടി ബഗ് അടിച്ചു പോയതില്ലേ എടാ ഇത് എസ്കേപ്പ് ആർ പി ആണ് ഇത് മറ്റവന്റെ എസ്കേപ്പ് ആർ പി പറഞ്ഞു കൊടുത്തതാ ഫിയർ കാണിച്ചിട്ടല്ലോ അവനെ മതി നമുക്ക് എന്തിനാ അവനൊക്കെ പോയി കത്തിച്ചു വിട്ടു ഞാനെന്ത് കളിയാ ഇവ എന്റെ കയ്യിൽ ഇങ്ങനെ നിക്കുവാ ഓയ് ദൈവമേ എനിക്കൊന്ന് ശരിയാക്കി റീഫ്രഷ് വെച്ചേ എന്താ ഇത് തരം പയ്യന്മാരാണ് അയ്യോ സ്റ്റിൽ 1-0 അയ്യന്മാര് സിറ്റുവേഷൻ എടുക്കാൻ പറഞ്ഞേ എടാ കൂടുതൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇത് പുതിയ പിള്ളേരാ മനസ്സിലായി പുതിയ പിള്ളേരാ പിന്നെ പുതിയതാ അവന് സ്റ്റിൽ 1-0 എന്ന് പറയുന്ന പുതിയവനാ ഇല്ലല്ല അവനാ കോലീഡർ എല്ലാ ഗാങ്ങിലും മറ്റേ അടി കൊണ്ട് നടന്നവനാട്ടോ മറ്റേ ലിമിയോ എന്ന് പറഞ്ഞവൻ കണ്ടി ഇവനെ ഒന്നില് കളിപ്പിക്കൂല എന്റെ കയ്യിൽ നിന്ന് ഇവൻ പോകുന്നില്ലല്ലോ അളിയാ ഞാൻ എസ്കോട്ടിലുള്ളത് ഇപ്പൊ എന്ത് ചെയ്യും എസ്കോട്ട് അടിച്ചിട്ട് വേറടിക്കാൻ താല്പര്യമില്ല എക്സിറ്റ് അടിച്ചെന്ന് തോന്നുന്നു എന്റെ കയ്യിൽ നിന്ന് പോയി TMG അടി കൊണ്ട് ഓടിയപ്പോ അല്ല ഇതൊക്കെ ആണ് ജാതി വാണകളാ സസ്പെൻഷൻ ഇടി വാർച്ചാറ്റ് ഇട്ടാണ് മൊണ്ണയൊക്കെയാണ് ഗാങ്ങിൽ പിടിച്ചേക്കാണ് അവൻ ഇന്നലെ ചത്തര ഫ്രസ്ട്രേഷന് പാവം തുറ്റശവാദം എത്ര വ്യൂസാ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടല്ലോടാ അപ്പൊ ഇന്നലെ എത്ര സമയമാണ് കക്ഷം പൊക്കിയെന്ന് ആരും വന്നിട്ടില്ല അതിന്റെ ഫ്രസ്ട്രേഷനിൽ ഇട്ടതാണ് പാവം ഇന്നടിക്കാന്ന് ചോദിച്ചു വന്നേ കണ്ടുകളി എന്നെ വലിയവരെ കണ്ടപ്പോ അടിക്കാന്ന് ചോദിച്ചിട്ട് 10 പേരെ വിളിച്ചെന്ന് ഞാൻ പറഞ്ഞ വണ്ടീനെ കണ്ട് ഞാൻ മുതുക്കിൽ വെച്ചൊരു വണ്ടീനെ കണ്ട് പേര് വെച്ച് പേര് പറഞ്ഞില്ല അടുത്ത വണ്ടീനെ കണ്ട് രണ്ടുപേര് അമ്മ പേര് വെച്ച് പേര് പറഞ്ഞില്ല പിന്നെ അവസാനം വണ്ടീന്റെ പേര് വെച്ചപ്പോ കബീബ് എന്ന് പറഞ്ഞ അപ്പൊ ലോല പറഞ്ഞത് ടോക്കിലുള്ളവനാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഇവന്മാര് 3 വണ്ടി എന്റെ പിന്നാലെ വരുന്ന ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുമോ അവിടെ പിറ്റ് ചെയ്യാൻ വരുന്ന ഒരുത്ത വന്ന് പിറ്റ് ചെയ്ത് പണ്ട് മെമ്പർഷിപ്പൊക്കെ ഗിഫ്റ്റ് ചെയ്തോ വാസ് പീസ് ബാഗ് ഇപ്പൊ വാസ് പീസ് ബാഗ് അത് ചായല്ലോ അംസക്കുട്ടി സത്യം കേട്ടോ സത്യമാണ് ഇപ്പോഴാണ് അംസക്കുട്ടി എന്തിനാ ടോക്കി ഒരാഴ്ച നിങ്ങൾക്ക് മനസ്സിലായില്ലേ കരകില്ല ഇവട്ടോ ഇല്ലെന്തോണം വലിയ ലെമോണിട്ട് കരയും കുറച്ച് കഴിയുമ്പോ അത് എനിക്ക് കുറച്ച് പേരെടുത്ത് റെസ്പെക്ട് ഉണ്ട് ഇതിൽ ബാക്കിയുള്ളവരൊക്കെ ശരിയില്ല വില്ലുപൂരും അവരൊന്നും ഒട്ടും ശരിയില്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ലൈവിട്ട് കരയുന്നു എനിക്ക് കുറച്ച് കഴിയുമ്പോ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ മറ്റേ ലീഡർ ലൈവിട്ട് കരയെ കേട്ടോ എനിക്ക് ഇവിടുത്തെ കുറച്ചൊരു റെസ്പെക്ട് ഉണ്ട് പക്ഷെ ഈ വില്ല് പോലത്തെ കാര്യങ്ങൾ ശരിയല്ല ലീഡറിന്റെ പറയാ അവന്റെ കുണ മറ്റേ ഫിയർ കാണിക്കാത്ത അവനാണ് ഇരുന്ന് മറ്റേ അവന്മാരെ കൂട്ടുള്ള അതാണ് പ്യുവർ ആർ പി എന്ന് പറയുന്നത് മറ്റേ മെറ്റ പോലെ മെറ്റ വാണങ്ങള് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് പിറ്റ് ചെയ്തിട്ട് മറ്റേ ഗ്യാങ്സിനുള്ളിൽ കയറിയിരിക്കുന്നതാണ് മെറ്റാന്ന് പറയണത്